വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 43 മുതൽ 45 വരെ. നല്ല ഫലം നൽകുന്ന വൃക്ഷമാവുക. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 5 വാക്യങ്ങൾ 1 മുതൽ 8 വരെ. അസന്മാർഗീകത ഉപേക്ഷിക്കുവിൻ. പുറംജാതിക്കാരുടെ ഇടയിൽ പോലും കാണാത്ത അവിഹിത ബന്ധങ്ങൾ നിങ്ങൾക്കിടയിൽ ഉള്ളതായി കേൾക്കുന്നു. അതായത്, ഒരാൾ സ്വപിതാവിന്റെ ഭാര്യയോടൊപ്പം കഴിയുന്നു. എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുകയാണോ? മറിച്ച് നിങ്ങൾ വിലപിക്കുകയും ഈ പ്രവൃത്തി ചെയ്തവനെ നിങ്ങളുടെ മധ്യയിൽ നിന്ന് നീക്കിക്കളയുകയുമല്ലേ വേണ്ടിയിരുന്നത്? ശാരീരികമായി നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നെങ്കിലും ആത്മീയമായി സന്നിഹിതനായിരുന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന പോലെ ഈ പ്രവൃത്തി ചെയ്തവനെ പറ്റി ഞാൻ വിധി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കർത്താവായ ഈശോയുടെ നാമത്തിൽ, എന്റെ ആത്മീയ സാന്നിധ്യത്തിൽ, നമ്മുടെ കർത്താവായ ഈശോയുടെ ശക്തിയിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവനെ ജഡത്തിന്റെ നാശത്തിനു വേണ്ടി സാത്താന് വിട്ടുകൊടുക്കണം. അത് കർത്താവിന്റെ ദിനത്തിൽ അവന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നല്ലതല്ല. അല്പം പുളിമാവ് മാവ് മുഴുവനും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ പുതിയ മാവാകേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയുക. നിങ്ങൾ യഥാർത്ഥത്തിൽ പുളിപ്പില്ലാത്തവരാണ്. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടായ മിശിഹ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ പഴയ പുളിമാവ് കൊണ്ടോ അശുദ്ധിയുടെയും തിന്മയുടെയുമായ പുളിമാവ് കൊണ്ടോ അല്ല, ആത്മാർത്ഥതയുടെയും സത്യത്തിന്റെയും പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം.